ഹലോ ഡിയേഴ്സ്. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഓസ്കാർ അവാർഡിനെ പറ്റിയാണ് കേട്ടോ. അപ്പം PSC പരീക്ഷകൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഓസ്കാർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആദ്യം നമുക്ക് കുറച്ച് ബേസിക് ഫാക്ട്സ് വെച്ച് നമുക്ക് നോക്കാം കേട്ടോ. അതായത് ഓസ്കാറിൻ്റെ ഒരു ചരിത്രം നോക്കാം. ഇനി ഓസ്കാർ ഏർപ്പെടുത്തിയ വർഷം എന്നാന്ന് ചോദിച്ചാൽ 1929 എന്നാണ്. 1929 ഓസ്കാർ ഏർപ്പെടുത്തിയ വർഷം. ഓക്കെ. അക്കാഡമി അവാർഡ് എന്നറിയപ്പെടുന്നു. എന്താണ് അക്കാഡമി അവാർഡ് എന്നറിയപ്പെടുന്നത് ഓസ്കാറിനെയാണ്. അതുപോലെ തന്നെ ഇത് നൽകുന്നത് ആരാണ്? അമേരിക്കയിലെ കാലിഫോർണിയ ആസ്ഥാനമാക്കിയുള്ള അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ്. എന്താണ് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ്. അപ്പം ഇവരാണ് എന്ത് നൽകുന്നത്? ഓസ്കാർ നൽകുന്നത് കേട്ടോ. അപ്പം ഓസ്കാറിനെ പറ്റി മനസ്സിലായല്ലോ. ഇനി ഓസ്കാർ ഒരു ശില്പം ഉണ്ടല്ലോ, അത് രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ഗിബ്ബൺസ് ആണ് കേട്ടോ. ഗിബ്ബൺസ് ആണ് രൂപകൽപ്പന ചെയ്തത്. ഓസ്കാറിൻ്റെ ശില്പം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഗിബ്ബൺസ് ആണ്. ഓസ്കാർ ശില്പത്തിൻ്റെ എന്നാൽ ശില്പി എന്ന് ചോദിച്ചാൽ ആരാണ്? ജോർജ് സ്റ്റാൻലിയാണ് കേട്ടോ. ജോർജ് സ്റ്റാൻലിയാണ്. ഓക്കെ. അപ്പം ഒന്നും കൂടെ പറയാം. ഓസ്കാർ ഏർപ്പെടുത്തിയ വർഷം 1929. അക്കാഡമി അവാർഡ് എന്നറിയപ്പെടുന്നു അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് അല്ലേ. അത് കാലിഫോർണിയ അമേരിക്കയാണ്. അവരാണ് എന്ത് നൽകുന്നത്? ഓസ്കാർ അവാർഡ് അല്ലേ. ഇത് പുരസ്കാരം നൽകുന്നത് അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആണ്. കാലിഫോർണിയ അമേരിക്കയിലാണ് ആസ്ഥാനം. ഇനി ഓസ്കാർ ശില്പം രൂപകൽപ്പന ചെയ്ത വ്യക്തി ഗിബ്ബൺസ് ആണ്. എന്നാൽ ശില്പത്തിൻ്റെ ശില്പി ചോദിച്ചാൽ ജോർജ് സ്റ്റാൻലി ആണ് കേട്ടോ. അപ്പം ഇത്രയും ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സ് ആണ്. ഓക്കെ. ഇനിയപ്പം നമുക്ക് ഓസ്കാർ പുരസ്കാരം നിർമ്മിച്ചിരിക്കുന്ന ലോഹക്കുട്ടി ചോദിച്ചാൽ ഏതാണ്? ബ്രിട്ടാനിയം എന്ന് പറഞ്ഞ ലോഹക്കൂട്ടാണ് കേട്ടോ. ബ്രിട്ടാനിയം. ഇതൊക്കെ ബേസിക് ഫാക്ട്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് ഈ വട്ടത്തെ ഓസ്കാറിനെ പറ്റി നോക്കാം. ഓക്കെ. അപ്പം ഈ വട്ടത്തെ 97th ഓസ്കാർ അവാർഡാണ് കേട്ടോ. 2025 നടന്ന 97th ഓസ്കാർ അവാർഡാണ്. ഓക്കെ. അപ്പം 2025 97th ഓസ്കാർ അവാർഡ് മികച്ച ചിത്രം നമ്മൾ ഫസ്റ്റ് പേജിൽ കണ്ട ഏതാണ്? മികച്ച ചിത്രം അനോറ. കണ്ടോ, അനോറയാണ് മികച്ച ചിത്രം. ഓക്കെ. അപ്പം മികച്ച ചിത്രം അനോറയാണ്. സംവിധാനം ചെയ്തത് സീൻ ബേക്കറാണ് കേട്ടോ. സീൻ ബേക്കർ സംവിധാനം ചെയ്തു. ഇനി മികച്ച നടി ആരാണ്? മികച്ച നടി ആരാണ്? മൈക്കി മാഡിസൺ ആണ്. നമ്മൾ ഇപ്പുറത്തെ ഇതാണ് മൈക്കി മാഡിസൺ. ഇനി മികച്ച നടൻ ആരാണ്? മികച്ച നടനാണ് അഡ്രിയാൻ ബ്രോഡി. അപ്പം മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. അത് ചിത്രം ഏതാണ്? ചിത്രം ചോദിച്ചാൽ ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രത്തിനാണ് കേട്ടോ. ദി ബ്രൂട്ടലിസ്റ്റ്. ഓക്കെ. ദി ബ്രൂട്ടലിസ്റ്റ്. അപ്പം മികച്ച നടിയുടെ ഏതായിരുന്നു? മൈക്കി മാഡിസൺ. ചിത്രം അനോറ. അപ്പം മികച്ച സിനിമ ചോദിച്ചാൽ അനോറയാണ്. സംവിധാനം സീൻ ബേക്കർ ആയിരുന്നു കേട്ടോ. സീൻ ബേക്കർ. മികച്ച നടൻ മൈക്കി മാഡിസൺ. ചിത്രം അനോറ. ഓക്കെ. അപ്പം മികച്ച നടി മൈക്കി മാഡിസൺ. ചിത്രം അനോറ. മികച്ച നടൻ അഡ്രിയാൻ ബ്രോഡി. ചിത്രം ദി ബ്രൂട്ടലിസ്റ്റ് എന്ന് പറഞ്ഞ ചിത്രമാണ് കേട്ടോ. മികച്ച സംവിധായകൻ ആരാണെന്ന് വെച്ചാൽ സീൻ ബേക്കറാണ് കേട്ടോ. സീൻ ബേക്കർ. അത് ചിത്രം അനോറ തന്നെയാണ് കേട്ടോ. ചിത്രം അനോറ. ഓക്കെ. അപ്പോൾ അത്രയും മനസ്സിലായല്ലോ. ഇനി മികച്ച സഹനടി ചോദിച്ചാൽ ആരാണ്? സോയി സാൽഡാന. മികച്ച സഹനടി ആരാണ്? സോയി സാൽഡാന. അപ്പം അതിൻ്റെ ചിത്രം ഏതാണ്? ചിത്രം മികച്ച നടി സോയി സാൽഡാന. ചിത്രം ചോദിച്ചാൽ എമിലിയ പെരേസ് എന്ന് പറഞ്ഞ ചിത്രമാണ്. ഇനി മികച്ച സഹനടനുണ്ട് കീറൻ കൾക്കിൻ. എന്നാണ് ചിത്രം ദി റിയൽ പെയിൻ. അപ്പം മികച്ച സഹനടി സോയി സാൽഡാന. ചിത്രം എമിലിയ പെരേസ്. മികച്ച സഹനടൻ കീറൻ കൾക്കിൻ. ചിത്രം ദി റിയൽ പെയിൻ. ഇനി മികച്ച വിദേശ ചിത്രം എന്താണ്? ഐ ആം സ്റ്റിൽ ഹിയർ. അപ്പം വിദേശത്ത് നമ്മൾ പോകുന്നില്ല, നമ്മളിവിടെ ഉണ്ടല്ലോ. അപ്പം ഐ ആം സ്റ്റിൽ ഇവിടെ അല്ലേ നമ്മൾ. അപ്പോൾ സ്റ്റിൽ ഹിയർ നമ്മളിപ്പോഴും ഇവിടെ, അങ്ങനെ കണക്ട് ചെയ്യുക. ഐ ആം സ്റ്റിൽ ഹിയർ.
ഓക്കെ. ഇനി മികച്ച ഛായാഗ്രഹണം ഏതാണ്? ലോൽ ക്രൗളിയാണ്. മികച്ച ഛായാഗ്രഹണം ലോൽ ക്രൗളി. ചിത്രം ഏതാണ്? ദി ബ്രൂട്ടലിസ്റ്റ്. കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊക്കെ. മികച്ച വിദേശ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. അപ്പോൾ നമ്മൾ വിദേശത്തൊന്നും പോകുന്നില്ല, സ്റ്റിൽ ഇവിടെ എന്നുള്ള കാര്യം ഓർക്കുക. അങ്ങനെയൊക്കെ പറഞ്ഞ് കണക്ട് ചെയ്യുക. ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച ഷോർട്ട് ഫിലിം ഏതാണ്? മികച്ച ഷോർട്ട് ഫിലിം ഐ ആം നോട്ട് റോബോട്ട്. കേട്ടോ, ഐ ആം നോട്ട് റോബോട്ട്. മികച്ച വിഷ്വൽ എഫക്ട്സും മികച്ച സൗണ്ട് ഡിസൈനും സിനിമ ഡ്യൂൺ പാർട്ട് 2 ആണ് കേട്ടോ. ഡ്യൂൺ പാർട്ട് 2. ഓക്കെ. മികച്ച ഡോക്യുമെൻ്ററി ചിത്രം ചോദിച്ചാൽ നോ അതർലാൻഡാണ്. ഇനി മികച്ച ഗാനം എൽ മാല എന്ന് പറഞ്ഞ ഗാനമാണ് മികച്ച ഗാനം. ഓക്കെ, മികച്ച ഗാനം എൽ മാല. ഓക്കെ. ഈ മികച്ച അഡാപ്റ്റഡ് തിരക്കഥ എന്ന് വെച്ചാൽ ഏതാണ്? കോൺക്ലേവ്. കേട്ടോ, മികച്ച അഡാപ്റ്റഡ് തിരക്കഥ ഏതാണ്? കോൺക്ലേവ് ആണ്. ഓക്കെ, മികച്ച അഡാപ്റ്റഡ് തിരക്കഥ കോൺക്ലേവ് ആണ്. ഇനി മികച്ച ഒറിജിനൽ തിരക്കഥ വെച്ചാൽ ഏതാണ്? നമ്മുടെ അനോറ തന്നെയാണ് കേട്ടോ. സീൻ ബേക്കർ ആയിരുന്നു അനോറ സംവിധാനം ചെയ്ത് ഓർക്കണേ. ഇനി മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ചോദിച്ചാൽ ഏതാണ്? ദ ഫ്ലോ ആണ് കേട്ടോ. മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ചോദിച്ചാൽ ഏതാണ്? ഫ്ലോ ആണ്. അപ്പം മികച്ച വിദേശ ചിത്രം ഐ ആം സ്റ്റിൽ ഹിയർ. മികച്ച ഷോർട്ട് ഫിലിം ചോദിച്ചാൽ ഐ എം നോട്ട് റോബോട്ട്. വിഷ്വൽ എഫക്റ്റും സൗണ്ട് എഫക്റ്റ് ചോദിച്ചാൽ ഡ്യൂൺ പാർട്ട് 2. ഇനി മികച്ച ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഒക്കെ ചോദിച്ചാൽ ഏതാണ്? ഫ്ലോ ആണ് കേട്ടോ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്തിലെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ സംവിധാനം സീൻ ബേക്കർ ചെയ്ത ഏതാണ്? ചിത്രം അനോറ. പിന്നെ നടി മൈക്കി മാഡിസൺ, ആ അനോറ ഫിലിമിൻ്റെ തന്നെയാണ്. ഈ നടൻ ചോദിച്ചാൽ അഡ്രിയാൻ ബ്രോഡി. അത് ദി ബ്രൂട്ടലിസ്റ്റ് സിനിമയാണ്. അതായത് മികച്ച സംവിധായകൻ സീൻ ബേക്കർ തന്നെ, ചിത്രം അനോറ. അപ്പം ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊക്കെ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഓസ്കാറിനെ പറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഓസ്കാറിൻ്റെ ഒരു ചരിത്രവും പിന്നെ നിലവിലത്തെ അവാർഡ്സും 97th ഓസ്കാർ അവാർഡ്സ് നമ്മൾ പറഞ്ഞു. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചോണം. ഓക്കെ, താങ്ക് യു.